ഗുരുഭഗവതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനർപ്പിതചരിം ചിരാത് കരുണയാ അവതീർണ കലോ സമർപ്പയിതും ഉന്നതോ ജലരസാം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദരാദ്യുതി കദംബ സന്ദീപിത സദാ ഹൃദയകന്ദരേ സ്ഫുരതു വാശചീ നന്ദന രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനി ശക്തിരസ്മാത് ഏകാത്മാനോ അഭിഭുവി പുരാ ദേഹഭേദം ഗതൗ തൗ ചൈതന്യാഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ശ്വേതചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ. ജയ ശ്രീ ചൈതന്യ ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് നോക്കാം 34 ആണെന്നാണ് എന്റെ ഓർമ്മ. 34 അത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാതാജി, ഉണ്ട്. വായിക്കോ, ആരെങ്കിലും വായിക്കോ? ഓം നമോ ഭഗവതേ വാസുദേവായ. വന്ദേം ഗുരും ഈശാവതാരകാൻ തത് പ്രകാശാഞ്ച തച്ഛക്തിം കൃഷ്ണ ചൈതന്യ സംജാതകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ഭഗവത് ഭക്തന്മാർക്കും ഭഗവാന്റെ അവതാരങ്ങൾക്കും അവിടുത്തെ സമഗ്ര രൂപ വിസ്തരണങ്ങൾക്കും ശക്തികൾക്കും കൃഷ്ണ ചൈതന്യനെന്ന ആദിപുരുഷനായ അവിടത്തേക്കും ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഇത് നമ്മളുടെ ഫസ്റ്റ് ശ്ലോകമാണ് ഇല്ലേ? ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യത്തെ ശ്ലോകം എന്ന് തന്നെ പറയാം. അപ്പൊ ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്റെ ഗുരുവിന് മാത്രമല്ല, ഗുരു എന്നാണ് പറയുന്നത്. ഗുരു എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്, ബഹുവചനമാണ്. തന്റെ എല്ലാ പരമ്പരയിലുള്ള എല്ലാ ആധ്യാത്മിക ഗുരുക്കന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതം ആരംഭിച്ചത് ഇല്ലേ? ഇവിടെ വീണ്ടും അത് കുറച്ചും കൂടി ഒന്ന് വിപുലമായിട്ട് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി അത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്റെ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിലേക്കായി ഈ സംസ്കൃത ശ്ലോകം ചിട്ടപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം അത് വിപുലമായി വിശദീകരിക്കും. അപ്പൊ ഇവിടെ പരമസത്യം എന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതേ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മഹാപ്രഭു ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. ഭഗവാൻ ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല, കൂടെ നിത്യ പാർഷദരായിട്ടുള്ളവരെ ഉണ്ടാവും. ആ നിത്യ പാർഷദരെല്ലാം തന്നെ പല പേരുകളില് മഹാപ്രഭുവിനോടൊപ്പം ഈ ഭൗതിക ലോകത്തില് അവതരിച്ചിട്ടുണ്ട്. അപ്പൊ അത് 6 തത്വങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. ആ 6 തത്വങ്ങളെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ആദ്യത്തെ ഗുരു തത്വം, അതായത് ഗുരുൻ, ആധ്യാത്മിക ഗുരുക്കന്മാര്. ആധ്യാത്മിക ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അതില് ദീക്ഷാ ഗുരു വരും, പിന്നെ ശിക്ഷാ ഗുരുക്കന്മാര് വരും. നമുക്കറിയാം ദീക്ഷാ ഗുരു ഒന്നേ ഉള്ളൂ. നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന മന്ത്രദീക്ഷ തരുന്നത്
ദീക്ഷാ ഗുരുവാണ്. ആ ദീക്ഷാ ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ പ്രതിനിധിയാണ്. അതേപോലെ ശിക്ഷാ ഗുരുക്കന്മാരുണ്ട്. ശിക്ഷാ ഗുരുക്കന്മാർ അനേകമുണ്ട്. നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിലോസഫിയുടെ ABCD മുതൽ പഠിപ്പിച്ചു തരുന്നത് ശിക്ഷാ ഗുരുക്കന്മാരാണ്. അവർ പലരുണ്ട്. ഓരോ വഴിയിലും ഓരോ തരത്തിലും മാർഗനിർദ്ദേശം നൽകാനായിട്ട് അവരെല്ലാം ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമ്മൾ നമ്മുടെ ദീക്ഷാ ഗുരുവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ശിക്ഷാ ഗുരുക്കന്മാരെയും നമ്മൾ ബഹുമാനിക്കണം. അപ്പം നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആധ്യാത്മിക പാതയിലേക്ക് മുന്നേറാന് നമുക്ക് സാധിക്കും. അപ്പം ഇവിടെ പരമസത്യത്തെ മനസ്സിലാക്കി തരണമെങ്കിൽ അത് കൂടുതലും ആർക്കാണ് സാധിക്കുക? ദീക്ഷാ ഗുരുക്കന്മാർക്കാണ് സാധിക്കുക. അപ്പൊ ഇവിടെ 6 തത്വങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഗുരുൻ, അത് നമ്മൾ മനസ്സിലാക്കി. ഗുരു തത്വം, അതില് ആരൊക്കെയുണ്ട്? നമ്മുടെ ദീക്ഷാ ഗുരുക്കന്മാരുണ്ട്, ദീക്ഷാ ഗുരുവുണ്ട്, ശിക്ഷാ ഗുരുക്കന്മാര് ഉണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഗുരുവിന് ഇത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്? സംശയം തോന്നാം, ഇല്ലേ? അതേസമയം ഭൗതിക ലോകത്തിലുള്ള ഗുരുക്കന്മാർക്ക് നമ്മൾ അത്രയധികം സ്ഥാനം കൊടുക്കുന്നില്ല. സ്ഥാനമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ആധ്യാത്മിക ഗുരുവിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ ഭൗതികതയിലുള്ള ഗുരുക്കന്മാർക്ക് കൊടുക്കില്ല. കാരണം എന്താണ്? അവരെന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളെ ജഡവിദ്യയാണ്. ജഡവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ ജീവിത പുരോഗതി നമുക്ക് നേടിയെടുക്കാം, അതാണ് അവർ പഠിപ്പിച്ചു തരുന്നത്. അത് ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ കുടുക്കിയിടുകയാണ് ചെയ്യുന്നത്. അത് വേണം. കൂടാതെ നമുക്ക് ഭൗതിക ലോകത്തിൽ നമ്മൾ ജനിച്ചു, നമ്മൾക്ക് ഇവിടെ ജീവിക്കേണ്ട നിവൃത്തിയില്ല. അപ്പം എത്രയും നമുക്ക് ജീവിതം സുഖപ്രദമാക്കാമോ അത്രയും നമ്മൾ സുഖപ്രദമാക്കാനും നോക്കുന്നു, ഇല്ലേ? അതിനുവേണ്ടി നമ്മൾ വിദ്യാഭ്യാസം ചെയ്യും, ഇല്ലേ? ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ചിട്ട് പഠിച്ച് ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന് ആ ജീവിതത്തിൽ അത്രയും നമ്മൾ സമ്പന്നത നേടുകയാണ് ചെയ്യുക. അതിന് സഹായിക്കുന്നതാണ് നമ്മളുടെ അധ്യാപകരെന്ന് പറയുന്നത്. അവരും വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അവർക്ക് കുറഞ്ഞ സ്ഥാനമൊന്നുമല്ല. തീർച്ചയായിട്ടും അവർക്ക് ഉന്നത തലത്തിലാണ് അവരുടെ സ്ഥാനമെങ്കിലും ആധ്യാത്മിക തലത്തിലെ ഗുരുക്കന്മാരുടെ, നമ്മുടെ ദീക്ഷാ ഗുരുവിന്റെ അത്രയും സ്ഥാനം അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ആധ്യാത്മിക ഗുരു എന്താ ചെയ്യുന്നത്? നമ്മളെ മറ്റേവർ ഈ ഭൗതിക ലോകത്തിൽ കുടുക്കിയിടുന്നു. ആധ്യാത്മിക ഗുരു നമ്മളെ ഭൗതികതയ്ക്ക് അപ്പുറം കടക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു ജനന മരണങ്ങൾ ഒഴിവാക്കാനുള്ള വിദ്യകളാണ് ആധ്യാത്മിക ഗുരു നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരുന്നതും. നമ്മൾ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള കഴിവിനെ ആ ദീക്ഷാ ഗുരു തിരിച്ചറിയുകയാണ് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഓരോ സേവനത്തിൽ നമ്മളെ ഏർപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ജഡവിദ്യ പഠിപ്പിക്കുന്ന ഒരു ഗുരുവിന് ഇത് അത്രയും സാധിക്കില്ല. സാധിക്കും. തൻ്റെ വിദ്യാർത്ഥിയെ മനസ്സിലാക്കി ആ വിദ്യാർത്ഥിയുടെ കഴിവനുസരിച്ചിട്ട് ആ ഭൗതികതയിലേക്കുള്ള വഴി തിരിച്ചുവിടാൻ സാധിക്കും. പക്ഷെ ജന്മമൃത്യു ജരാവ്യാധിയാകുന്ന അതിൽ നിന്ന്, ആ പന്ഥാവിൽ നിന്ന് പുറത്തു കടത്താൻ ഒരു ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ജഡവിദ്യ പഠിപ്പിക്കുന്ന ഗുരുവിന് സാധിക്കില്ല. ഇതാണ് ആധ്യാത്മിക ഗുരുവും നമ്മളുടെ ഭൗതിക ലോകത്തിലെ ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആ ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ ഈശ്വരന് തുല്യം ആരാധിക്കണം. കാരണം എന്താണ്? ഉപദേശാമൃതത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വാചോ വേഗം മനസാ ക്രോധവേഗം ജിഹ്വാവേഗം ഉദരോപസ്ഥവേഗം ഏതാൻ വേഗം യോ വിഷയാധിധീര സർവാമപീമ പൃഥ്വീംസ ശിഷ്യാത്. അതായത് ഒരു ആധ്യാത്മിക ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വാചോവേഗം, തൻ്റെ വാക്കിനെ, നാവിനെ നിയന്ത്രിച്ചവനും, പിന്നെ വാക്കുകളെ നിയന്ത്രിച്ചവനും, തൻ്റെ വയറിനെ നിയന്ത്രിച്ചവനും, പിന്നെ ജിഹ്വാവേഗം, ഉദരോപസ്ഥവേഗം, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനുമായിരിക്കണം ഒരു ആധ്യാത്മിക ഗുരു, അതായത് നമ്മളുടെ സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറയുന്നത്. നാവിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഭഗവാനെ കുറിച്ചല്ലാതെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുക. ആധ്യാത്മിക ഗുരു ഒരിക്കലും ഭഗവാന്റെ കാര്യം വിട്ടിട്ട് വേറൊന്നും ഗുരു സംസാരിക്കില്ല. ഒന്നും അദ്ദേഹത്തിന്റെ വായിൽ വരില്ല. എപ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രമാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നതും നമ്മളോട് ചോദിക്കുന്നതും ഒക്കെ എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആധ്യാത്മിക ഗുരു ആ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ നാവിനെ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, നമ്മളുടെ വയറിനെ ഒക്കെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് ആ വ്യക്തി ഏത് തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? സാക്ഷാത്കാര തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ സാക്ഷാത്കാര തലത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്താണെന്ന് ആ ഗുരുവിന് നന്നായിട്ടറിയാം. ഗുരു അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ മറ്റുള്ളവരെയും ഈ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നമ്മള് ആ ആനന്ദം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവർക്കും കൂടി ഈ ആനന്ദം അനുഭവിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പൊ ആ ഗുരു അതാണ് ചെയ്യുന്നത്. നമ്മളെ പോലുള്ളവരുടെ സംശയങ്ങളെ എല്ലാം ദൂരീകരിച്ചിട്ട് ആ സാക്ഷാത്കാര പാതയിലേക്ക് കൊണ്ടുവരാന് ഒരു ഗുരുവിന് സാധിക്കും. അപ്പൊ നമ്മളെ വഴികാട്ടി ആരാണ്? നമ്മളുടെ ആധ്യാത്മിക ഗുരുവാണ്, അതായത് ദീക്ഷാ ഗുരുവാണ്. അതേസമയം കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ കൃഷ്ണാവബോധത്തിന്റെ ഫിലോസഫി, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം മുതല് അതെങ്ങനെ ജപിക്കണം, അതിന്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ശിക്ഷാ ഗുരുക്കന്മാരാണ്. അപ്പം ദീക്ഷാ ഗുരുവിന് കൊടുക്കുന്ന പ്രാധാന്യം ശിക്ഷാ ഗുരുക്കന്മാർക്കും കൊടുക്കണം. പക്ഷെ കൂടുതൽ ബഹുമാനം ആർക്കാ കൊടുക്കേണ്ടത്? ദീക്ഷാ ഗുരുവിന്. കാരണം ദീക്ഷാ ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്. ഭഗവാനെ പോലെ തന്നെ കണക്കാക്കി നമ്മൾ ദീക്ഷാ ഗുരുവിനെ ആരാധിക്കണം. അപ്പൊ കൃഷ്ണാവബോധത്തിൽ പുരോഗതി നേടുന്നതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുന്നത് ആരാണ്? നമ്മളുടെ ദീക്ഷാ ഗുരുവാണ്. ആണ് സാധുക്കൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മീയ ശിക്ഷാ ഗുരുക്കന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ദീക്ഷാ ഗുരുക്കന്മാരുടെയും ശിക്ഷാ ഗുരുക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ഒരാള് എന്താ ചെയ്യുന്നത്? നമ്മളെ കൃഷ്ണാവബോധത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന്, ഇപ്പം നമ്മളെ പണ്ട് കാലത്തൊക്കെ കളരിയുണ്ട്, ഇപ്പൊ അതിന് പകരം നേഴ്സറിയാണ് ഇല്ലേ, പ്രീ KG KG ഒക്കെയാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ എഴുതാൻ അല്ലെങ്കിൽ ABCD എഴുതാൻ പഠിപ്പിക്കും ഇല്ലേ. അപ്പൊ അതുപോലെയാണ് ശിക്ഷാ ഗുരുക്കന്മാര്. നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നാൽ കൃഷ്ണാവബോധത്തിന്റെ ABCD പറഞ്ഞു തരുന്നത് ഈ ശിക്ഷാ ഗുരുക്കന്മാരാണ്. അത് ഒരാളല്ല, പലരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടുന്നത്. ആ ദീക്ഷാ ഗുരുവിന് കൊടുക്കുന്ന അതേ ബഹുമാനം തന്നെ ശിക്ഷാ ഗുരുവിന് കൊടുക്കണം. പക്ഷെ ഒരുപടി മുകളിലാണ് ദീക്ഷാ ഗുരുവിന്റെ സ്ഥാനമെന്ന് പറയുന്നത്. അപ്പം ബദ്ധാത്മാക്കളെ, നമ്മളെ പോലുള്ള കണ്ടീഷൻ സോൾസ്, ബദ്ധാത്മാക്കളെ ആ ആധ്യാത്മിക പാതയിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് എത്തിക്കുകയാണ് ദീക്ഷാ ഗുരു ചെയ്യുന്നത്. അതിലേക്കുള്ള വഴി തുറന്നു കാട്ടുകയാണ് ആര് ചെയ്യുന്നത്? ശിക്ഷാ ഗുരുക്കന്മാര് ചെയ്യുന്നത്. അതാണ് അവരുടെ ധർമ്മം. അതുകൊണ്ട് ആണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ തന്റെ ദീക്ഷാ ഗുരുവായ രഘുനാഥ് ദാസ ഗോസ്വാമിയെ മാത്രമല്ല ഇവിടെ നമസ്കരിക്കുന്നത്. ആ പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാരെയും, അതായത് മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, മറ്റ് ഗുരുക്കന്മാരെ എല്ലാം തന്നെ ഇവിടെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ 6 ഗോസ്വാമിമാരെയും ഇവിടെ നമസ്കരിക്കുന്നുണ്ട്. അപ്പം അടുത്തത് ഈശഭക്താൻ. വന്ദേ ഗുരു ഈശഭക്താൻ. ഗുരുവിനെ പ്രണാമം അർപ്പിച്ചു. ഗുരുക്കന്മാർക്ക്, പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാർക്കും, ഷഡ് ഗോസ്വാമിമാർക്കും പ്രണാമം അർപ്പിച്ചു. അടുത്തത് ഈശഭക്താൻ എന്നാണ് പറയുന്നത്. ഈശൻ ആരാണ്? ഈശ്വരൻ, അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു. സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരന്റെ ഭക്തർ, അടുത്തത് ആ ഈശഭക്തരെയാണ് ഇവിടെ പ്രണാമം അർപ്പിക്കുന്നത്. അത് ആരൊക്കെയാണ്? ശ്രീവാസ ഠാക്കൂർ പോലുള്ള ഭക്തന്മാര്. അവരെല്ലാം എന്താണ്? ഭഗവാന്റെ ശക്തിയും ഗുണപരമായി അവിടെ നിന്ന് അഭിന്നരുമാണ്. നമുക്കറിയാം ശ്രീവാസ ഠാക്കൂർ ആരാണ്? സ്വയം നാരദ മഹർഷിയാണ് ഇല്ലേ. ഭക്തന്റെ ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ഭക്തശക്തിയുണ്ട്. ഭക്തശക്തിയും ഇവരെല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. അപ്പം അടുത്തത് എന്താണ്? ഈശ അവതാരകൻ. ഈശ്വരന്റെ അവതാരം ആരാണ്? അദ്വൈതാചാര്യർ. അദ്വൈതാചാര്യരെ മഹാവിഷ്ണു പ്ലസ് സദാശിവനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈശ അവതാരകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹം ആചാര്യനാണ്. കാരണം എന്താണ്? അദ്വൈത ആചാര്യരെ കുറിച്ച് ഞാൻ പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു. നമ്മളെ ചൈതന്യ മഹാപ്രഭുവിന്റെ പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതില് ഓരോരുത്തർ, ഇവർക്കെല്ലാം തന്നെ ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആ അധ്യായത്തിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു അത് 6-ാമത്തെ അധ്യായം മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു.
അപ്പം ഇവിടെ അദ്വൈതാചാര്യർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആചാര്യനായിരുന്നു. അദ്ദേഹം അവതരിച്ച കാലത്ത് ഇവിടെ ഭക്തി എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞു വരികയായിരുന്നു. ഭക്തി ഒരു ബിസിനസ് ആയിട്ടാണ് അന്നുള്ളവർ കണക്കാക്കിയിരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് അദ്ദേഹം മനസ്സ് നൊന്ത ഭഗവാനെ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന വൈകുണ്ഠത്തിൽ വരെ മുഴങ്ങി കേട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നത്. അപ്പൊ ആചാര്യർ എന്താ ചെയ്തതെന്ന് വെച്ചാല് അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ എല്ലാം ഭക്തിയുടെ പ്രാധാന്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തന്റെ വീട്ടില് വെച്ചിട്ട് സത്സംഗം പതിവായിട്ട് ഫുൾ ടൈം സത്സംഗം നടത്തുമായിരുന്നു. എന്നിട്ട് ഭഗവാനെയും കുറിച്ച്, ഭഗവാന്റെ ഭക്തരെ കുറിച്ചുള്ള കാര്യങ്ങള്, ഭക്തിയെ കുറിച്ചുള്ള കാര്യങ്ങള് ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരെയെല്ലാം ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാന് പരിശ്രമിക്കുമായിരുന്നു അദ്വൈതാചാര്യർ. അതുകൊണ്ടാണ് ആചാര്യർ എന്ന് വിളിക്കുന്നത്. പിന്നീട് പറയുന്നത് ആരാണ്? തത് പ്രകാശാംശ തത്ശക്തിയും. തത് പ്രകാശാൻ, അതായത് ഇവിടെ തത് പ്രകാശാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണം. അതാരാണെന്ന് നമുക്കൊക്കെ അറിയാം, ബലരാമനാണ് ഇല്ലേ? പ്രഥമ വിസ്തരണം ബലരാമനാണ്. ആ ബലരാമൻ ഗുരു തത്വമാണ്, നമ്മളുടെ ആദ്യ ഗുരുവാണ്. ആ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവും ഗുരു തത്വമാണ്. ആ നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണമാണ് നമ്മളുടെ ദീക്ഷാ ഗുരു എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ദീക്ഷാ ഗുരുവിന് എത്രയധികം സ്ഥാനമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിത്യാനന്ദ പ്രഭു തന്നെയാണ് നമ്മുടെ ദീക്ഷാ ഗുരുവിന്റെ രൂപത്തില് പ്രകടമാകുന്നത്. അപ്പൊ ഇവിടെ തത്പ്രകാശാൻ എന്ന പദം ഭഗവാന്റെ നേരിട്ടുള്ള വിസ്തരണമായ നിത്യാനന്ദ പ്രഭുവിനെയും ദീക്ഷാ ഗുരുവിനെയും സൂചിപ്പിക്കുന്നു. പിന്നീട് അടുത്തത് എന്താണ്? തത് ശക്തി. ഭഗവാന്റെ ശക്തി എന്ന് പറയുമ്പോൾ അതാരാണ്? ഭഗവാന്റെ അന്തരംഗ ശക്തികൾ ഇല്ലേ? ഭഗവാൻ പറയുന്നുണ്ട്, സംഭവാമി ആത്മമായ, ഞാന് എൻ്റെ അന്തരംഗ ശക്തിയിലൂടെയാണ് ഞാൻ അവതരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ അന്തരംഗ ശക്തികളെയാണ് അടുത്തതായിട്ട് പ്രതിപാദിക്കുന്നത്. അന്തരംഗ ശക്തികള് പലരുണ്ട് ഇല്ലേ? അതിൽ ഏറ്റവും മുഖ്യ ആരാണ്? രാധാറാണിയാണ്. ആ രാധാറാണിയാണ് ഗദാധര പണ്ഡിറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഗദാധര പണ്ഡിറ്റിനെ മാത്രമല്ല ഇവിടെ പറയുന്നത്, എല്ലാ ശക്തികളും, അതായത് ഗദാധരൻ, ദാമോദരൻ, ജഗദാനന്ദൻ. ഗദാധര പണ്ഡിറ്റ് സ്വയം രാധാറാണിയാണ്, സ്വരൂപ ദാമോദരൻ ലളിതാ സഖിയാണ്, ജഗദാഭാമയാണ്. നമുക്ക് ജഗദാനന്ദ പണ്ഡിറ്റിനെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം. ഇതെല്ലാം ഞാൻ എടുത്തെടുത്തേ പോകുള്ളൂ. അപ്പൊ ജഗദാനന്ദ പണ്ഡിറ്റ് സത്യഭാമയാണ്. അപ്പൊ ഇതുവരെയൊക്കെ ഭഗവാന്റെ അന്തരംഗ ശക്തികളാണ്. അപ്പം അങ്ങനെയുള്ള അന്തരംഗ ആത്മീയ ശക്തിയുടെ വിഭാഗങ്ങളെയും ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമസ്കരിക്കുകയാണ്, പ്രണാമം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 6 തത്വങ്ങളുണ്ട് ഇല്ലേ? ഗുരു, പിന്നെ ആരൊക്കെയാണ്? ആ ശ്ലോകം ഓർത്താൽ മതി. ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഗുരു, ഈശൻ, ഈശഭക്താൻ, പിന്നെ ഈശാവതാരം, പിന്നെ തത് പ്രകാശാംശ, പിന്നെ ആ ഗുരു ഈശന്റെ ശക്തി. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഗദാധര പണ്ഡിറ്റ്, അദ്വൈത ആചാര്യര്, ശ്രീവാസ ഠാക്കൂർ. ശ്രീവാസ ഠാക്കൂർ ഭക്തനാണ്. അപ്പം ഈ 6 ശക്തികളെയും ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെല്ലാം വ്യത്യസ്ത രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഒരുപോലെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്, ആരാധിക്കേണ്ടവരാണ്. ഒന്നിനെ കുറിച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല. എല്ലാം തന്നെ ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. അപ്പം ഇതെന്തിനാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവരെയൊക്കെ വർണ്ണിക്കുന്നത്, ഇവരെയൊക്കെ ബഹുമാനം അർപ്പിക്കുന്നത്? ഇവരിൽ കൂടി വേണം നമുക്ക് മഹാപ്രഭുവിനെ ആരാധിക്കാൻ. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കുക അല്ല ചെയ്യേണ്ടത്. അപ്പം ശ്രീ ചൈതന്യനെ ആരാധിക്കുന്നതിനുള്ള രീതി നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ആദ്യം ഈ പഞ്ചതത്വത്തെ മൊത്തം പ്രണാമം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പ്രത്യേകം കാണാം, ഇവിടെ മായയ്ക്ക് ഒരു സ്ഥാനവുമില്ല ഇല്ല. ചൈതന്യ ചരിതാമൃതത്തിൽ നമുക്ക് ഉടനീളം കാണാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മായയുമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരംഗ ശക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെ മായയുടെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ ത്രിഗുണങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മോചനം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് മഹാപ്രഭുവിനെ പിടികിട്ടുള്ളൂ. മഹാപ്രഭു അത്ര സ്ട്രോങ് ആണ്. അപ്പൊ ഭഗവാന്റെ ബാഹ്യശക്തിക്ക് ഒരിക്കലും ഭഗവാനുമായിട്ട് സഹവസിക്കാന് ആവില്ല. ഇല്ലേ? പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, ദൈവീഹേഷ ഗുണമയി മമ മായ ദുരത്തേയ മാമേവ മേ പ്രപദ്യന്റെ മായാമേതാം തരന്തിതെ. നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയാല് ഭഗവാന്റെ തന്നെ ബഹിരംഗ ശക്തിയായ മായ നമ്മളെ പിടികൂടില്ല എന്ന്. കാരണം മായയ്ക്ക് ഭയമാണ് ഭഗവത് ഭക്തരെ. കാരണം അവരെ ഒരു തരത്തിലും നമ്മളെ ആകുന്നത് ശ്രമിക്കും മായയിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ നമ്മൾ അതിന് മൈൻഡ് ചെയ്യാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മുറുകെ പിടിച്ചു വേണം നമ്മൾ ഭക്തിമാർഗത്തിലെ മുന്നോട്ട് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ വീഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് മായയ്ക്ക് ഭക്തിയിൽ ഒരിക്കലും സ്ഥാനമില്ല. മായ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ബാഹ്യശക്തിക്ക് ഒരിക്കലും ഭഗവാനുമായി സഹവസിക്കാനാവില്ല. അത് ഇതുപോലെയാണ്, മായയെ ഒരു അന്ധകാരത്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്, ഇരുട്ടിനോടാണ്. എങ്ങനെയുള്ള ഇരുട്ടാണ്? അജ്ഞതയാകുന്ന ഇരുട്ടാണ്. നമ്മളുടെ ഉള്ളില് അജ്ഞതയാകുന്ന ഇരുട്ടുണ്ട്. നമ്മൾ അതിന് നീക്കം ചെയ്യാനാണ് നമ്മൾ ആദ്യമേ തന്നെ മംഗളാചരണത്തില് നമ്മള് അജ്ഞാന തിമിരാന്തസ്യ ചൊല്ലുന്നത്. ഒരു ഗുരു എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഉള്ളിലെ ഇരുട്ടിനെ ജ്ഞാനമാകുന്ന വിളക്ക് കത്തിച്ച് നമ്മളുടെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ നീക്കുകയാണ്, അല്ലെങ്കിൽ നീക്കം ചെയ്യുകയാണ് ഒരു ഗുരു ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിലെ പ്രകാശം വിതയ്ക്കുക. ജ്ഞാനമാകുന്ന ഭഗവത് ജ്ഞാനമാകുന്ന പ്രകാശം നമ്മളുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് നമ്മളുടെ ആധ്യാത്മിക ഗുരുവാണ്. ഇപ്പൊ പ്രകാശത്തിന്റെ സാന്നിധ്യത്തില് വെളിച്ചം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രാത്രിയായി വെളുപ്പിനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാല് പ്രകാശം പരക്കുകയായി. അപ്പൊ പിന്നെ ഇരുട്ടുണ്ടാവുമോ? ഇല്ല. അതുപോലെ നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിലെ അജ്ഞതയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ അന്ധകാരം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തന്നെ ഒരു മായികമാണത്, ക്ഷണികവുമാണ്, നിമിഷ നേരത്തേക്കേ ഉള്ളൂ. നമ്മളൊരു വിളക്ക് കൊളുത്തി വെച്ചാൽ ആ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മളുടെ ഉള്ളിൽ അജ്ഞതയെ, നമ്മളെ ജ്ഞാനത്തിൽ കൂടി അജ്ഞതയെ ഇല്ലാതാക്കാന് നമുക്ക് സാധിക്കും. ഇത് ക്ഷണികവും ആവൃത സ്ഥിതി ആകയാൽ അത് അജ്ഞാനം എന്ന് പറയുന്നത് മൂടിയിരിക്കുകയാണ്. അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം. അതിന് പ്രകാശമില്ലാതെ സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വമില്ല. പ്രകാശം കൂടാതെ ഒരിക്കലും ഇരുട്ടിന് നിലനിൽക്കാനാവില്ല. എപ്പോഴും ഫുൾ ടൈം ഇരുട്ടായിരിക്കുമോ? ഇല്ല. കുറച്ച് സമയം ഇരുട്ടാണ്, അത് കഴിഞ്ഞാൽ വീണ്ടും സൂര്യൻ ഉദിക്കുകയും പ്രകാശം പരക്കുകയും. അതുപോലെ നമ്മൾ അജ്ഞതയിൽ നമുക്ക് എന്നും ഇരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടും തോറും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇരുട്ടാകുന്ന അജ്ഞത, അല്ലെങ്കിൽ അന്ധകാരമാകുന്ന തമസാകുന്ന ആ അജ്ഞത പോയി മറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഉള്ളിലെ ഭഗവത് ജ്ഞാനം കൊണ്ട് നിറയ്ക്കാന് നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഇല്ല മാതാജി, വ്യക്തമാണല്ലോ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി, മായ എന്ന് പറയുന്നത് ശരിക്കും ദുർഗാദേവി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എന്തേ? മായയുടെ കാര്യം പറഞ്ഞില്ലേ, ആ, അത് ഭൗതികമായിട്ട് വരുമ്പോ അത് ദുർഗാദേവിയുടെ ഇതാണോ? ദുർഗാദേവിയാണോ മായയായിട്ട് ഉദ്ദേശിച്ചത്? ദുർഗയാണ് മായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദുർഗാദേവി, നമ്മള് ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമ്മള് കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ മഹാദേവന്റെ ദുർഗയുടെ ഒക്കെ പിന്നാലെയാണ്. ദുർഗയെ ആരാധിച്ചാൽ എന്താ കിട്ടുക? ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ കിട്ടും. പക്ഷെ നമുക്ക് ഐശ്വര്യങ്ങൾ തന്നുകൊണ്ട് ദുർഗാദേവി എന്താ പറയുന്നത് നമ്മളോട്? ആ തൃശൂലമിട്ട് നമ്മളെ ഭഗവാനിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നീ എൻ്റെ അടുക്കൽ എന്തിനാണ് വരുന്നത്? നീ പോകൂ, ഭഗവാനെ അഭയം പ്രാപിക്കൂ. പക്ഷെ നമ്മളത് കണക്കാക്കുന്നതേ ഇല്ല. നമ്മൾക്കത് മനസ്സിലാവില്ല. കാരണം എന്താണ്? നമ്മളുടെ ഉള്ളിലുള്ള ആ ആഗ്രഹങ്ങൾ, ആസക്തി നമ്മളെ എവിടേക്ക് ഇങ്ങനെ തളച്ചിടുകയും ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ദുർഗയെ ഒരിക്കലും നമ്മൾ താഴ്ത്തി കാണരുത്. ദുർഗ അവര് ഭഗവാന്റെ, നമ്മളെ പോലെ അവരും ഒക്കെ ഭഗവാന്റെ ദാസരാണ്, ഭഗവാന് സേവനം ചെയ്യുന്നവരാണ്. അവരെ നമ്മൾ ആരാധിക്കണം. പക്ഷെ അവരോട് എന്താണ് നമ്മൾ പറയേണ്ടത്?
നമ്മള് കൃഷ്ണ ഭക്തരാണ്. നമുക്ക് ആ കൃഷ്ണ ഭക്തിയില് ഉയർന്നു വരാൻ നമ്മളെ സഹായിക്കണം, നമ്മളെ അനുഗ്രഹിക്കണം എന്നാണ് നമ്മൾ ദുർഗയോട് പ്രാർത്ഥിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം 35. ആരെങ്കിലും വായിക്കുമോ? ഹരേ കൃഷ്ണ. ശ്ലോകം 35. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്ര ഗുരു ആരായത ശിക്ഷ ഗുരു ഗണ താൻകാരാചരണ ആകെ കരീഹേ വന്ദന. വിവർത്തനം. ജയശ്രീല പ്രഭുപാദ്. എന്റെ ദീക്ഷാ ഗുരുവിന്റെയും എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരുടെയും ശരണ കമലങ്ങളിൽ ഞാൻ ആദ്യം തന്നെ സാദരം പ്രണമിക്കുന്നു. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ വീണ്ടും ദീക്ഷാ ഗുരുവിനെയും ശിക്ഷാ ഗുരുക്കന്മാരെയും തന്നെയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധരായ വൈഷ്ണവരുടെ ലക്ഷ്യം കളങ്കമറ്റ ഭക്തിയുടെ സേവനമാണെന്നും ഒരുവൻ അത്തരം സേവനം ഇതര ഭക്തരുടെ സഹവാസത്തോടെ നിർവഹിക്കണമെന്നും ശ്രീല ജീവ ഗോസ്വാമി തന്റെ ഭക്തി സന്ദർഭം എന്ന പ്രബന്ധത്തില് പ്രസ്താവിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്താണ്? ഭഗവത് പ്രാപ്തി, ഇല്ലേ? ആ ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ഭഗവാന്റെ പ്രേമഭക്തി കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഭക്തിയുടെ സേവന പാതയിൽ വരണം. ഭഗവാന് സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അനർത്ഥങ്ങൾ ഇല്ലാതാകും തോറും നമ്മളുടെ ഉള്ളിലെ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വെളിവായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാന് നമുക്ക് സാധിക്കും. അങ്ങനെ ഭക്തിയുടെ സേവനത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യേണ്ടത്, മറ്റു ഭക്തരോടൊപ്പം എപ്പോഴും ആ ഭക്തന്മാരുടെ സംഘത്തിന് അങ്ങേയറ്റം മഹത്വമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഭക്തി പരിശീലിച്ചാൽ നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. ഭക്തന്മാരോടൊപ്പം ഇരുന്ന് ഭക്തി പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സും ബുദ്ധിയും വേറെ പല കാര്യങ്ങളിലേക്കും പോകും, ഇല്ലേ? അതേസമയം നമ്മൾ ഭക്തരോടൊപ്പം ഇരുന്ന് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഭഗവാനെ പ്രകീർത്തിക്കുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ബുദ്ധി അതിലേക്ക് തന്നെ വരിക, ഇല്ലേ? മറ്റു ഭക്തരെ സേവനം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതിനുള്ള പ്രേരണ കിട്ടും. അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും നമ്മളുടെ അവബോധത്തെ ഭഗവാനിൽ നിലനിർത്താനും നമുക്ക് സാധിക്കും. അപ്പൊ ഇത് ശ്രീ ജീവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ഭക്തി സന്ദർഭം എന്ന ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒരുവന് കൃഷ്ണഭക്തരുമായിട്ടുള്ള സംഘത്തിലൂടെ ക്രമേണ കൃഷ്ണാവബോധം ഉദിക്കുകയും ഇപ്രകാരം പ്രേമഭരിതമായ സേവനത്തിനുള്ള പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ ഭക്തരുടെ സംഘത്തിൽ ഇരിക്കുമ്പോഴാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത്. അപ്പം ഇപ്പൊ പറഞ്ഞ പോലെ മറ്റുള്ളവർ സേവനം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും നമ്മളുടെ ഉള്ളിൽ അതിനായിട്ടുള്ള ഒരു പ്രേരണ വരും. ഭക്തിയുടെ സേവനത്തിൽ ക്രമാനുഗതമായി മതിപ്പ് വളർത്തി ഭഗവാനെ സമീപിക്കുന്നതിനുള്ള പ്രക്രിയ ഇതാണ്. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. നമ്മളല്ലാതെ എത്ര കാലം നമ്മൾ ഭജനം പാർത്താലും എത്ര നാള് നമ്മൾ നാമം ജപിച്ചാലും ഒന്നും നമുക്ക് പ്രയോജനം കിട്ടില്ല. നമ്മൾ തിരുനാമം ജപിക്കുന്നതിനോടൊപ്പം നമ്മൾ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്യണം. നമ്മൾ നമ്മളുടെ വീട്ടില് നമ്മളുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, പേരക്കുട്ടികള് ഇവർക്കൊക്കെ അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ്. അതുപോലെ ഭഗവാനെ ഇഷ്ടമുള്ളവര് ഭഗവാനെ എങ്ങനെ സേവിക്കണം? ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് ഈ സേവനം എന്ന് പറയുന്നത്. അത് ഭക്തിപരമായിട്ടുള്ള സേവനമായിരിക്കണം. നമ്മളുടെ മനസ്സും ബുദ്ധിയും ശ്രദ്ധയും ഒക്കെ അതിൽ പരിപൂർണമായിട്ട് അർപ്പിച്ചിട്ട് നമ്മൾ സേവനം ചെയ്യണം. കലർപ്പറ്റ ഭക്തിയുടെ സേവനം കാക്ഷിക്കുന്ന ഒരുവൻ ഭഗവത് ഭക്തരുമായി സമ്പർക്കം പുലർത്തണം. നമ്മൾ നമ്മളുടെ ഭൗതികതയിലുള്ള ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ആയിട്ട് സഹവസിക്കുന്നതിന് പകരം എപ്പോഴും കൃഷ്ണ ഭക്തരുടെ കൂടെ ഇരിക്കാനായിട്ട് നമ്മൾ ആവുന്നതും ശ്രമിക്കണം. അത്തരം സംഘത്തിലൂടെ മാത്രമേ ബദ്ധാത്മാവിനെ അതീന്ദ്രിയ പ്രേമത്തിൽ അഭിരുചിയും അപ്രകാരം അവനിൽ അന്തർലീനമായ ഭഗവാനുമായുള്ള പ്രത്യേക ശാശ്വത പ്രേമബന്ധം, അതായത് രസം പുനരുജ്ജീവിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന ഭഗവാനെ കുറിച്ച് ശ്രവിക്കുമ്പോൾ അതിന്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും
അതുപോലെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമ രസത്തില് നമുക്ക് അഭിരുചിയും താല്പര്യവും ഒക്കെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കൃഷ്ണഭക്തി ഉണ്ട്, അത് ഡോർമെന്റഡ് ആണ്. ആ കൃഷ്ണഭക്തിയെ ഉണർത്തിയെടുക്കാന് ഭക്തരുടെ സംഘത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലൂടെ കൃഷ്ണനിൽ പ്രേമം വളർത്തുന്ന ഒരുവന് പരമസത്യത്തെ അറിയാൻ കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ചും ശാസ്ത്രങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയും ഭഗവാനെ കുറിച്ച് കേട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ഭഗവാനോടുള്ള പ്രേമഭക്തി വളർന്നു വരും. പക്ഷെ യുക്തിപരങ്ങളായ വാദങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവൻ വിജയിക്കുകയില്ല. പക്ഷെ ഇതില് വിശ്വാസം വേണം. ഇല്ല, വലിയ ബുദ്ധിമാനാണ്, ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയുന്ന ഒരുവന് ഭഗവാന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഭക്തി ഉണ്ടാവില്ല, ശുദ്ധഭക്തി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിന് ശുദ്ധഭക്തി നമ്മളുടെ ഉള്ളിൽ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. ഭഗവത് ശാസ്ത്രം പരിപൂർണമായി അറിയുന്നവരിൽ നിന്ന് വിധേയഭാവത്തോടെ ശ്രവിക്കുകയും തദനന്തരം ആചാര്യനാൽ ചിട്ടപ്പെടുത്തിയ സേവന രീതി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് വിജയരഹസ്യം. ഭഗവത്ഗീതയില് 4:34 പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. നമ്മളെ ഗുരു പരമ്പരയിൽപ്പെട്ട ആധികാരികമായ ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പരമ്പരയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? പരമ്പരയിൽ കൂടിയുള്ള ഗുരുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കിട്ടുന്നത് ശരിയായിരിക്കില്ല. അത് വഴിതെറ്റിയ ജ്ഞാനമാകും. കാരണം പലരും പല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അത് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുക. അതെപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ പരമ്പര തുടങ്ങുന്നത് ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ അത് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മാധ്വാചാര്യർ അങ്ങനെ വന്ന് ശ്രീല പ്രഭു അതിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന അറിവ് ഒരിക്കലും തെറ്റായിരിക്കില്ല, ശരിയായിട്ടുള്ള അറിവ് തന്നെയാകും. കാരണം നമ്മളുടെ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്ന ആ ഗുരുവിന് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്ത അറിവാണ്. ആ ഗുരുവിന് അദ്ദേഹത്തിന്റെ ഗുരു. ഇങ്ങനെയാണ് പരമ്പര പോകുന്നത്. അതുകൊണ്ട് പരമ്പര വഴിക്ക് കിട്ടുന്ന അറിവ് ഒരിക്കലും തെറ്റായിരിക്കില്ല. അത് ആ ശരിയായിട്ടുള്ള ആ അറിവ്, ഭഗവാനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതെങ്ങനെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ആധ്യാത്മിക ഗുരുവിനെ നമ്മള് വിനീതമായിട്ട്, ഗുരുവിന് വിധേയനായിട്ട് വിനയം ചെയ്ത് ഭഗവാനെ കുറിച്ചുള്ള സംശയങ്ങൾ നമ്മളുടെ ഗുരുവിനോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എങ്കിലേ നമുക്ക് ഭക്തിമാർഗത്തിൽ വിജയിക്കാന് സാധിക്കുള്ളൂ. ഭഗവാന്റെ നാമരൂപ ഗുണങ്ങൾ തുടങ്ങിയവയാൽ മുൻപേ തന്നെ ആകർഷിതനായി കഴിഞ്ഞ ഒരു ഭക്തനെ ഭക്തിയുടെ സേവനത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ രസത്തിലേക്ക് മാർഗദർശനം ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാൾ യുക്തിയിലൂടെ ഭഗവാനെ സമീപിക്കുന്നതിന് സമയം പാഴാക്കേണ്ടതില്ല. അപ്പം നമ്മൾ ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുനാമം ജപിക്കും, പിന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കും. ഭഗവാന്റെ നാമം, ഭഗവാന് തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ രൂപം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കും, ഭഗവാന്റെ ഗുണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ വീണ്ടും ഗുരുവിനെ സമീപിക്കണം. നമ്മളുടെ ഉള്ളില് അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിലുള്ള രസമോ അല്ലെങ്കിൽ ഭാവമോ ഒക്കെ നമ്മളുടെ ഉള്ളിൽ വരും. അപ്പൊ അത് തിരിച്ചറിയാൻ ആർക്കേ സാധിക്കുള്ളൂ? നമ്മളുടെ ഗുരുവിനെ സാധിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് സ്വയമോ അല്ലെങ്കിൽ ശിക്ഷാ ഗുരുക്കൾക്കോ അത് പറഞ്ഞു തരാൻ കഴിയില്ല. അത് നമ്മളുടെ ഗുരുവിനോട് നമ്മൾ പറയണം. നമ്മളുടെ ഉള്ളിൽ എന്താണോ വരുന്നത് നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനോട് അത് പറയണം. അപ്പൊ ഗുരു പറയും ഇന്ന രീതിയിൽ പോകൂ എന്ന് ഗുരു നമ്മളോട് പറയും. അതിനനുസരിച്ചിട്ട് നമ്മൾ പിന്നീട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. അങ്ങനെ ഗുരു നമുക്ക് ഏത് രസത്തിലാണ്, രസങ്ങള് 4 ഇല്ലേ? ശാന്തം, ദാസ്യം, സഖ്യം, 4 അല്ല 5. സഖ്യം, വാത്സല്യം, മാധുര്യ, പ്രേമം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇതിൽ ഏത് രസത്തിലാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നതെന്ന് ഗുരുവിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ രസത്തിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്നു. അല്ലാതെ നമ്മളുടെ ബുദ്ധി കൊണ്ട് സ്വയം ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല. നിപുണനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിന് തന്റെ ശിഷ്യന്റെ ശക്തിയെ പ്രേമഭരിതമായ സേവനത്തിൽ എങ്ങനെയാണ് വ്യാപരിപ്പിക്കേണ്ടതെന്ന് നന്നായി അറിയാം. അപ്രകാരം അദ്ദേഹം
ഒരു ഭക്തനെ അയാളുടെ പ്രത്യേക മനോഭാവത്തിനനുസരിച്ചുള്ള പ്രത്യേക ഭക്തിയുടെ സേവനത്തിൽ നിയോഗിക്കുന്നു. നമ്മളെ ദീക്ഷ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഗുരു നമ്മളെ ഇങ്ങനെ അളന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടോ, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മളുടെ ഗുരുവിന്, കാരണം എന്താ, നമ്മളുടെ ഉള്ളിലാണ് ഗുരു ഇരിക്കുന്നത്. ആ ഗുരുവിനറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ശരിയായിട്ടുള്ള പാതയിൽ ശരിയായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഗുരു നമ്മൾക്ക് ഏതിലാണോ കഴിവുള്ളത് ആ കഴിവ് നമ്മളിൽ വളർത്തിയെടുത്ത് ആ പാതയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കും. ഒരു ഭക്തൻ ഒരു ദീക്ഷാ ഗുരു മാത്രമേ ഉണ്ടാകാവൂ. കാരണം ഒന്നിലേറെ പേരെ സ്വീകരിക്കുന്നത് ശാസ്ത്രങ്ങളിൽ വിലക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരേ ഒരു ദീക്ഷാ ഗുരുവേ പാടുള്ളൂ എന്ന് നമ്മളുടെ ശാസ്ത്രങ്ങളെ പറയുന്നുണ്ട്. ഒന്നിലേറെ ഗുരുക്കന്മാരെ നമ്മൾ സ്വീകരിക്കാനേ പാടില്ല, അത് അപരാധമാണ്. എങ്കിലും ഒരുവനെ സ്വീകരിക്കാവുന്ന ശിക്ഷാ ഗുരുക്കന്മാരുടെ സംഖ്യയ്ക്ക് പരിമിതിയില്ല. നമുക്ക് ശിക്ഷാ ഗുരുക്കന്മാർ എത്ര വേണമെങ്കിലും ആകാം, പക്ഷേ ദീക്ഷാ ഗുരു ഒന്നേ പാടുള്ളൂ. അത് നമ്മൾ പഠിക്കും. IDC കോഴ്സ് ചെയ്യുമ്പോൾ അതിലെ ഗുരുക്കന്മാരെ കുറിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. പൊതുവെ ഒരു ശിഷ്യനെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ നിരന്തരം ഉപദേശിക്കുന്ന ആധ്യാത്മിക ഗുരു പിന്നീട് അയാളുടെ ദീക്ഷാ ഗുരുവായിട്ട് തീരുന്നു. നമ്മൾ ആ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷാ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ നമുക്ക് ധാരാളം അനുസരിക്കേണ്ടി വരും, അത് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അവരിലെ അഗ്രഗണ്യനായിട്ടുള്ള ആളാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം തന്നെയാണ് നമ്മളുടെ ദീക്ഷാ ഗുരുവായിട്ട് വരുന്നത്. ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കാനും ദീക്ഷിതനാകാനും വൈമനസ്യമുള്ള ഒരു വ്യക്തി ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള അയാളുടെ ഉദ്യമത്തിൽ അന്ധാളിച്ചു പോകുമെന്ന കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. നമുക്കൊരിക്കലും സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മളുടെ ദീക്ഷാ ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ എത്രയൊക്കെ നമ്മൾ നാമം ജപിക്കുകയും അമ്പലത്തിൽ പോയി തൊഴുകയും ഭാഗവതം വായിക്കുകയും ഭഗവത്ഗീത വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഭഗവാനെ കിട്ടുമെന്ന് ആരും കരുതണ്ട. നമ്മളൊരു ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ വന്ന് നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. നമുക്ക് ആ ഭഗവാന്റെ ധാമത്തിലേക്ക് കടക്കാനുള്ള വിസ തരുന്നത് ആധ്യാത്മിക ഗുരുവാണ്. ആ ഗുരുവിന്റെ അനുവാദം കൂടാതെ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനേ സാധിക്കില്ല. അയാൾക്ക് തന്റെ ആത്മസാക്ഷാത്കാര ഉചിതമായി ദീക്ഷ സ്വീകരിക്കാത്ത ഒരാൾ വലിയൊരു ഭക്തനായി സ്വയം പ്രദർശിപ്പിച്ചേക്കാം. പക്ഷെ അയാൾക്ക് തന്റെ ആത്മസാക്ഷാത്കാര പുരോഗതിയുടെ പാതയിൽ സ്തംഭിപ്പിക്കുന്ന പ്രതിബന്ധങ്ങളോട് നിശ്ചയമായും പൊരുതേണ്ടി വരികയും തൽഫലമായി ഉറപ്പായും ഭൗതിക അസ്തിത്വത്തിൽ മോചനമില്ലാതെ തുടരേണ്ടി വരികയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഗുരുവിനെ സ്വീകരിക്കാതെ സ്വന്തമായിട്ട് ഭക്തി പരിശീലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് തൻ്റെ ആധ്യാത്മിക പാതയിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവും. അത് തന്നെയുമല്ല, ഭൗതികമായിട്ടുള്ള ആ നിലനിൽപ്പിൽ നിന്ന്, അതായത് ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് എന്തിനോട് താരതമ്യം ചെയ്യാം? ചുക്കാനില്ലാതെ ആ കടലിലെ ചുറ്റിത്തിരിയുന്ന ഒരു കപ്പലിനോട് നമുക്ക് താരതമ്യം ചെയ്യാം. അങ്ങനെയുള്ള ഒരു കപ്പലിനെ കരയിലേക്ക് അടുക്കാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും, ഇല്ലേ? അതേസമയം നമ്മളുടെ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് ആ ഗുരുവിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലക്ഷ്യം കാണാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനാൽ ഭഗവാന്റെ കാരുണ്യം കാംക്ഷിക്കുന്നവർ ഒരാധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും ഒരു ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഗുരുവിന്റെ സേവനം പരമപ്രധാനമാണ്. ഗുരുവിന് നേരിട്ട് സേവനം ചെയ്യാൻ അവസരമില്ലാത്ത പക്ഷം ഭക്തൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സേവനം ചെയ്യണം. അപ്പൊ നമ്മളുടെ ആധ്യാത്മിക ഗുരു നമ്മളോടൊപ്പം ഇല്ല, വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എപ്പോഴും പോയി കാണാനൊന്നും സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അതേപടി അനുസരിച്ചിട്ട് നമ്മൾ ഭക്തി മാർഗത്തില് മുന്നോട്ട് പോകണം. അതുപോലെ എപ്പോഴും നമ്മൾ നിരന്തരം ഗുരുവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടേയും ഇരിക്കണം. ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശങ്ങളും ഗുരുവെന്ന വ്യക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ നമ്മള് ഗുരുവിന്റെ വാണി, ഗുരുവിനെ 2 തരത്തിൽ നമുക്ക് സേവിക്കാം. ഒന്ന് വാണി സേവ, പിന്നൊന്ന് വപുസേവ. വാണി സേവ പറഞ്ഞാല് ഗുരുവിന്റെ വാക്കുകളെ ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ അനുസരിക്കുക.
വപുസേവ പറഞ്ഞാൽ നമ്മളുടെ ശരീരം കൊണ്ട് ഗുരുവിനെ സേവിക്കുക. അത് നമ്മൾക്ക് സാധിക്കില്ല, അല്ലെ? എത്ര ദൂരെ ഇരിക്കുന്ന നമ്മൾ എപ്പോഴും പോയിട്ട് നമ്മളുടെ ഗുരുവിനെ നമുക്ക് സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ആ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ അച്ഛനാണ് ഗുരു, മുത്തച്ഛനാണ് ശ്രീല പ്രഭുപാദരൻ. നമ്മളുടെ അച്ഛന്റെ സ്ഥാനത്ത് നമ്മളുടെ ദീക്ഷാ ഗുരുവിനെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ ശിരസ വഹിച്ചുകൊണ്ട് അത് ഗുരുവിന് ചെയ്യുന്ന സേവനമാണ്. അങ്ങനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഭക്തി മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകാന് പരിശ്രമിക്കണം. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശവാക്യങ്ങളായിരിക്കണം ശിഷ്യന്റെ അഭിമാനം. ആധ്യാത്മിക ഗുരു ഉൾപ്പെടെ ആരുടെയും ഉപദേശം തേടേണ്ടാത്ത വിധം ഉയരത്തിലാണ് താനെന്ന് ചിന്തിക്കുന്നവർ അപ്പോൾ തന്നെ ഭഗവത് പാദങ്ങളിൽ അപരാധികളായി തീരുന്നു. എനിക്ക് ഗുരുവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഭക്തിയുടെ തലത്തിൽ ഉന്നത തലത്തിൽ ഞാൻ നിൽക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാനും നമ്മളെ തിരസ്കരിക്കുക ചെയ്യുക. ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരിക പോലുമില്ല. ഗൗരവമുള്ള ഒരു വ്യക്തി ശാസ്ത്ര അനുശാസനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസീനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മൾ ആധ്യാത്മിക പാതയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഗുരുവിനെ സ്വീകരിക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കുക. പൈതൃകത്തിന്റെയും അഥവാ സാമൂഹികവും പൗരോഹിത്യപരവുമായ കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരുവൻ ഗുരുവിനെ സ്വീകരിക്കരുതെന്ന് ശ്രീ ജീവ ഗോസ്വാമി ഉപദേശിക്കുന്നു. നമ്മളുടെ കുലത്തിന്റെ പരമ്പരയും അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഉന്നത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഗുരുവിനെ സ്വീകരിക്കാൻ പാടില്ല. ആത്മീയ ബോധത്തിൽ യഥാർത്ഥ പുരോഗതി നേടാൻ ഇച്ഛിക്കുന്ന ഒരുവൻ അവ്യാജനും യോഗ്യനുമായ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം ആധ്യാത്മിക പാതയിൽ വന്നിട്ട് പുരോഗതി നേടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു യഥാർത്ഥ ഗുരു എന്ന് പറയുമ്പം ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് നമ്മളുടെ ഈ ജന്മം ധന്യമാക്കണം എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? നമ്മൾ നമ്മളുടെ ശിക്ഷാ ഗുരുക്കന്മാരെയും ദീക്ഷാ ഗുരുവിനെയും നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ ഒരുപടി മുന്നിലാണ് നമ്മളുടെ ദീക്ഷാ ഗുരു നിലകൊള്ളുന്നതെന്നും ആ ദീക്ഷാ ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരു ഉടൻ തന്നെ മനസ്സിലാക്കും നമ്മളിൽ എന്തൊക്കെയാണ് കഴിവ്, നമ്മളുടെ ഭക്തിയിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഗുരുവിന് അറിയാൻ സാധിക്കും. അതനുസരിച്ചിട്ട് നമ്മൾക്ക് മാർഗനിർദ്ദേശം തരികയാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരു ചെയ്യുന്നത്. അപ്പം നമ്മള് ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാന് സാധിക്കില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഗുരുവിന് ഇത്രയധികം പ്രാധാന്യം കൃഷ്ണാവബോധത്തില്? നമുക്കറിയാം, കൃഷ്ണന് ബലരാമന് അവർക്ക് ഗുരുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾക്ക് മാതൃക കാട്ടാനായിട്ട് അവര് ഗുരുവിനെ സ്വീകരിച്ചു, ഇല്ലേ? സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ അവര് താമസിച്ചിട്ടാണ് വിദ്യകളെല്ലാം അഭ്യസിച്ചത്. അപ്പം ആ ഗുരുവിനെ അറിയാം എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടതെന്ന്. കാരണം ഗുരു ഭഗവാനെ സേവിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആ ഗുരുവിനറിയാം എങ്ങനെയാണ് ഭഗവാനെ സമീപിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഭഗവാനെ സേവനം ചെയ്യേണ്ടതെന്നും. അപ്പൊ മറ്റുള്ളവരെ അതിലെ മുഴുകിക്കാനുള്ള കഴിവും ആർക്കുണ്ട്? നമ്മുടെ ആധ്യാത്മിക ഗുരുവിനുണ്ട്. അപ്പൊ നമ്മള് ഗുരുവിന്റെ നിർദ്ദേശം പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയത്തിലെത്താന് നമുക്ക് സാധിക്കും. നമുക്കറിയാം, ശ്രീല പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറാണ്. ശ്രീല പ്രഭുപാദര് 2 or 3 പ്രാവശ്യമാണ് തന്റെ ഗുരുവിനെ കണ്ടിരിക്കുന്നത്. പക്ഷെ ശ്രീല പ്രഭുപാദര് എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും കപ്പൽ കയറി അമേരിക്കയിലെത്തി ആ കൃഷ്ണാവബോധം അവിടെയെല്ലാം പ്രചരിപ്പിച്ചതും ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം രൂപം കൊണ്ടതും ശ്രീല പ്രഭുപാദരുടെ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ പിന്തുടർന്നാല് നമുക്കും ഭക്തി മാർഗത്തിലെ പുരോഗതി നേടാന് സാധിക്കുമെന്നാണ് ഈ 35ാമത്തെ ശ്ലോകത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് 36. അതാരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.
ശ്ലോകം 36. ശ്രീരൂപ സനാതന ഭട്ടരിഖോനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസരിഖോനാഥ. വിവർത്തനം. ജയശ്രീല പ്രഭുപാദ്. എന്റെ ഉപദേശക ആത്മീയ ഗുരുക്കന്മാർ ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി, ശ്രീല രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി, ശ്രീല രഘുനാഥ ദാസ ഗോസ്വാമി എന്നിവരാണ്. ഹരികൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇതിൽ നിന്ന് മാതാജി എന്താ മനസ്സിലാക്കിയത് പറയൂ. 6 ഗോസ്വാമിമാരെ കുറിച്ചാണ് മാതാജി പറഞ്ഞത്. നമുക്ക് 6 ഗോസ്വാമിമാരുടെ പേരുകളാണ്. ശ്രീ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ഭട്ട രഘുനാഥ ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി. അത് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരാണ്. ആത്മീയ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ ഇവര് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ഗുരു രഘുനാഥ് ദാസ ഗോസ്വാമിയാണ് ഇല്ലേ. അദ്ദേഹത്തിന് മാത്രമല്ല ഈ 6 ഗോസ്വാമിമാരെ ആധ്യാത്മിക ഗുരുക്കന്മാരായിട്ട് കണ്ടുകൊണ്ട് അവർക്കെല്ലാം പ്രണാമം അർപ്പിക്കുകയാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകം 37. അതാരെങ്കിലും വായിക്കും. ഹരേ കൃഷ്ണ. വേഗം വേഗം വായിക്കൂ, സമയം കളയാതെ. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. വായിക്കൂ. ഏഹി ചയ ഗുരു ഒരാൾ വായിക്കും. ഒരാള്. ഹരേ വായിക്കട്ടെ മാതാജി. വായിക്കൂ വായിക്കൂ. ഓം നമോ വാസുദേവായ ഗുരുയേ അമര പാദപത്മേ കോടി നമസ്കാരം. ഹരികൃഷ്ണ മാതാജി. ഇതിനകത്ത് പറയുന്നത് 6 ഗുരുക്കന്മാരെ നമസ്കരിക്കുന്ന. ഹരേ കൃഷ്ണ മാതാജി. 6 ഗുരുക്കന്മാരെ നമ്മള് ശിക്ഷാ ഗുരുവിനെയും നമസ്കരിക്കണം. 1 കോടി നമസ്കാരമാണെന്നാ പറയുന്നത്. ഹരേ കൃഷ്ണ മാതാജി. അതായത് ഏയ ഗുരു ശിക്ഷാ ഗുരു ഏ അമാര താൻ സബാര പാദ പത്മേ കോടി നമസ്കാര. ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഈ പറയുന്നത് എന്താണ്? ഈ 6 ഗോസ്വാമിമാരും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയുടെ ശിക്ഷാ ഗുരുക്കന്മാരാണ്. അതുകൊണ്ടാണ് ഈ 6 പേരുടെയും തൃപാദങ്ങളില് ആ പാദപത്മങ്ങളില് കോടിക്കോടി നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശിക്ഷാ ഗുരുവിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവർ 6 പേരെയും ശിക്ഷാ ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കുന്നത് വഴി ഇപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശിക്ഷാ ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഗൗഡീയ വൈഷ്ണവനാണ് എന്ന് പറയാനുള്ള ഒരു യോഗ്യതയും നമുക്കില്ല. നമ്മൾ ഈ തിലകവും തൊട്ട് ഈ കണ്ഠിമാലയൊക്കെ ധരിച്ചു നടക്കുന്നത് വെറുതെയാണ്. ആ ശിക്ഷാ ഗുരുക്കന്മാരെയും നമ്മൾ ബഹുമാനിക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഭൗതികമായിട്ടുള്ള നമ്മളെ ജഡവിദ്യ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കാറുണ്ട് ഇല്ലേ. നമ്മൾ എത്രയൊക്കെ വയസ്സായാലും അവരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. നമ്മൾ അടുത്ത് ചെന്ന ബഹുമാനത്തോടെ വണങ്ങുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും ഇല്ലേ. അതേപോലെ തന്നെ നമ്മൾ ആധ്യാത്മിക പാതയിൽ വന്നാൽ ആധ്യാത്മിക പാതയിലെ ഹരിശ്രീ കുറിക്കുന്ന ആ ശിക്ഷാ ഗുരുക്കന്മാരെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി ഇവരാരും വേണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ അവരെ സ്മരിക്കുകയും അവരെ ബഹുമാനിക്കുകയും നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഭക്തിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ഗൗഡീയ വൈഷ്ണവനെന്ന് പറയാൻ യോഗ്യതയുള്ളൂ എന്നാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് 38. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 38. ഭഗവാൻ നീരഭക്ത യഥാ ശ്രീവാസ പ്രധാന താൻ സഭാര പാദപത്മേ സഹസ്ര പ്രണാമ. വിവർത്തനം.
അസംഖ്യം ഭഗവത് ഭക്തന്മാരുണ്ട്. ശ്രീവാസ ഠാക്കൂറാണ് അവരിൽ അഗ്രഗണ്യൻ. അവരുടെ എല്ലാം പത്മപാദങ്ങളിൽ എന്റെ സഹസ്ര പ്രണാമങ്ങൾ. ഹരികൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നിന്ന് എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്, അതും കൂടി പറയൂ. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഉം. ശ്രീവാസ ഠാക്കൂറിനെയാണ് ആ. അതിന് ഗുരുവായിട്ട് കാണുന്നത്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഭഗവാനേത ഭക്തയേത ശ്രീവാസ പ്രധാന താൻ സഭാര പാദ പത്മേ സഹസ്ര പ്രണാമ. അപ്പൊ ഭഗവാന് ഭക്തരനേകമുണ്ട് ഇല്ലേ? അതിലെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? ശ്രീവാസ ഠാക്കൂറാണ്. കാരണം എന്താ? ശ്രീവാസ ഠാക്കൂർ നാരദമുനിയാണ്. നാരദമുനിയാണ് ഭഗവാന്റെ പരമഭക്തൻ എന്ന് പറയുന്നത്. നാരദമുനി എന്താ ചെയ്യുന്നത്? കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് സദാസമയം. എല്ലായിടത്തും കയറി ഇറങ്ങി നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും കയറി ചെല്ലും. എത്ര അധമരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും കയറി ചെന്ന് അവരെയൊക്കെ ഭക്തരാക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ? നമുക്കറിയാം, കുബേരന്റെ മക്കളായിട്ടുള്ള മണിഗ്രീവനും നളകുബേരനും ഇല്ലേ? അവരെയൊക്കെ അവരങ്ങേറ്റം നീചമായിട്ട് അധപതിച്ചു. അവര് അധപതിച്ച ആത്മാക്കളാണ്. പക്ഷെ അവരെയും ഉപദേശിച്ചിട്ട് അവര് ഭക്തിയുടെ ഉന്നത തലത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ എല്ലായിടത്തും എല്ലാവരെയും നാരദൻ എന്താ ചെയ്യുന്നത്? ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ നാരദ മുനിയാണ് ശ്രീവാസ ഠാക്കൂറായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ശ്രീവാസ ഠാക്കൂറിന്റെ പാദപത്മങ്ങളിലും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രണാമം അർപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം കൂടി വേഗം വായിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? ഞാൻ വായിച്ചോളൂ. 40-ാമത്തെ ആയിരുന്നു. ഹരേ കൃഷ്ണ. 39. 19 താഴെ. ഞാൻ മൊബൈലിൽ നോക്കിയതാ. 40 കിടക്കുന്ന ഇവിടെ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം. വായിച്ചോട്ടെ. അദ്വൈതാചാര്യ വായിക്കാമോ? 38 വന്നു, 39 വന്നില്ല. ഞാൻ വായിക്കാം മതജി, സമയം കളയണ്ട. ശരി. അദ്വൈതാചാര്യ പ്രഭുര അംശ അവതാര താണ്ഡ്രപാദ പത്മേ കോടി പ്രണതിയാമാര. അടുത്തത് അദ്വൈതാചാര്യരെയാ പറയുന്നത്. അദ്വൈതാചാര്യര് മഹാവിഷ്ണു പ്ലസ് സദാശിവനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ വിഷ്ണു തത്വം പ്ലസ് ശിവതത്വമാണ്. അങ്ങനെയുള്ള അദ്വൈതാചാര്യര് ഭഗവാന്റെ അംശാവതാരമാണ്. അതുകൊണ്ട് അദ്വൈതാചാര്യരുടെ പാദപത്മങ്ങളിലും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പ്രണാമം അർപ്പിക്കുകയാണ്. ഇങ്ങനെ പഞ്ചതത്വയിലെ ഓരോരുത്തരുടെയും പാദങ്ങളിലെ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി മുന്നോട്ട് പോകുന്നത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സില്. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ മാതാജി. ഗുരുക്കന്മാർ 6 പറഞ്ഞില്ലേ മാതാജി ഫസ്റ്റിലെ? അതൊന്ന് 6 വരെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുമോ മാതാജി? 1 ദീക്ഷാ ഗുരു, 2 ശിക്ഷാ ഗുരു. അതായത് 1 ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ഈശ്വരനാണ് ഇല്ലേ? ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹാപ്രഭുവും ഈശ്വരൻ. അതൊന്ന് ഈശൻ. പിന്നീട് അടുത്തത് എന്താണ്? നിത്യാനന്ദ പ്രഭു. അത് നിത്യാനന്ദ പ്രഭുവിനെ ആരായിട്ടാണ് കണക്കാക്കുന്നത്? ഭഗവാന്റെ സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. അതല്ല മാതാജി ഞാൻ ചോദിച്ചത്. ആദ്യം 6 ഗുരുക്കന്മാർ ഫസ്റ്റിലെ പോയത്തിൽ പറഞ്ഞല്ലോ മാതാജി, ആദ്യം തുടങ്ങിയപ്പോ. അപ്പൊ അവസാനം ചോദിക്കാന്ന് വിചാരിച്ചു. വന്ദേ ഗുരുനീശ അതെ ഇല്ലേ? അതെ. അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ. അതിലെ ഗുരു എന്ന് പറയുമ്പോ പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാര്, ഗുരു തത്വം 1. പിന്നീട് ഈശഭക്താൻ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ഭക്തര്, അത് 2ാമത്തെ തത്വം. അതായത് നാരദമുനി, അതുപോലെ ബലരാമൻ, ഇവരൊക്കെ ഭക്തരാണ്. അടുത്തത് ഈശം. ഈശം എന്ന് വെച്ചാല് 2 ഉണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്, ശ്രീ ചൈതന്യ മഹാപ്രഭു, ഈശ്വരൻ. പിന്നീട് ഈശാവതാരം. ഈശാവതാരം എന്ന് പറഞ്ഞാൽ അദ്വൈതാചാര്യര്. പിന്നീട് തത് പ്രകാശാംശ തത് ശക്തി, അത്
നിത്യാനന്ദ പ്രഭു. ഭഗവാന്റെ പ്രകാശം എന്ന് വെച്ചാൽ ഭഗവാന്റെ വിസ്തരണം, പ്രഥമ വിസ്തരണം ബലരാമനാണ്. ആ ബലരാമനാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിച്ചിരിക്കുന്നത്. പിന്നീട് അടുത്തത് ഭഗവാന്റെ ശക്തി. ഭഗവാന്റെ ശക്തി ആരാണ്? അന്തരംഗ ശക്തിയാണ്. അതിൽ ഏറ്റവും മുഖ്യ ആരാണ്? രാധാറാണി, ഗദാധര പണ്ഡിറ്റ്. അപ്പം ഗുരുൻ, ഈശൻ, ഈശഭക്തൻ, ഈശാവതാരം, പിന്നെ തത് പ്രകാശം, തത് ശക്തി, ഇങ്ങനെ 6. മനസ്സിലായോ? ഹരേ കൃഷ്ണ, മനസ്സിലായോ? രാധാറാണി ആരായിട്ട മാതാജി? രാധാറാണി അവസാനത്തത് പറഞ്ഞു. രാധാറാണി ഗദാധര പണ്ഡിറ്റ്. ഗദാധര പണ്ഡിറ്റ് രാധാറാണിയാണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക, സമയമായിരിക്കുവാണ്. മാതാജിക്ക് മുടങ്ങാതെ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും സത്സംഗം തരുന്നതിലേക്ക് വേണ്ടി മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനു വേണ്ടി നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയും. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ കൃഷ്ണ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ